അല്ല, അവരുടെ കൂടെയാണ്, കൊലക്കേസ് പ്രതികളുടെ കൂടെയാണ്, ക്രിമിനലുകളുടെ കൂടെയാണ്. ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ മുഴുവൻ CPM ചേരുക. കാരണം ഏറ്റവും സേഫാണ്. SFIക്കാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതിയെ വരെ പത്തനംതിട്ട ജില്ലയിൽ മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത്. പദവിയും കൊടുക്കുകയാണ്, പാർട്ടിയിൽ പദവി കൊടുക്കുകയാണ് അറിയപ്പെടുന്ന ക്രിമിനലുകളെ, കാപ്പ കേസിൽ ഉൾപ്പെടെയുള്ളവരെ. അപ്പോൾ ക്രിമിനലുകളുടെ ഏറ്റവും വലിയ താവളമായി CPM മാറിയിരിക്കുകയാണ്. എന്നിട്ട് റോഡ് തടുത്തു നിർത്തി റോഡിലെ ജംഗ്ഷനിൽ വാഹനം കൊണ്ടുപോയിട്ട് വാഹനത്തിൻ്റെ ബോണറ്റിൽ വെച്ചാണ് ക്രിമിനലുകൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്. റോഡിൻ്റെ ജംഗ്ഷനിൽ ചോദിക്കാൻ ആരുമില്ല, പോലീസ് വന്ന് എസ്കോർട്ട് കൊടുക്കുകയാണ്. അല്ല, ഗുരുതരമായ പാളിച്ച, സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന് പോലീസ് തന്നെ സമ്മതിച്ചല്ലോ. ഒന്ന് ഇത്രയും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ആ സ്ഥലമാണ് GCDAയിലെ എഞ്ചിനീയറിംഗ് വിങ് ശ്രീ ഹൈബിയുടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി. അവരത് ശ്രദ്ധിക്കണമായിരുന്നു. വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഉള്ള സുരക്ഷാ സംവിധാനം പോലീസ് പരിശോധിക്കണം. പോലീസ് ഉത്തരവാദിത്തമില്ലേ? കളമശ്ശേരിയിൽ ഒരു അപകടം ഉണ്ടായതല്ലേ? കളമശ്ശേരിയിൽ കിസാറ്റിൽ വലിയ അപകടം ഉണ്ടായതല്ലേ? അന്നും പോലീസിൻ്റെ അനാസ്ഥയുണ്ടായിരുന്നു. ഇവിടെയും പോലീസിൻ്റെ അനാസ്ഥയുണ്ട്. 10-15,000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എങ്ങനെയാണ് ഇവർ ആളുകളെ കബളിപ്പിച്ച് പൈസ മേടിക്കുകയാണ് ഇതിൻ്റെ സംഘാടകർ പല പ്രാവശ്യം. എത്രയോ പരാതികൾ ആളുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. പോലീസ് ഒരു രീതിയിൽ അന്വേഷിക്കുന്നില്ല. ഇത്രയും തട്ടിപ്പ് പരിപാടികൾ നഗരത്തിൽ നടത്തി ആളുകളെ ചൂഷണം ചെയ്യാണ്. അപ്പോൾ പോലീസിനും GCDAയ്ക്കും എല്ലാവർക്കും സംഘാടകർക്കൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ ഇവിടെ മിനിസ്റ്റർ പറഞ്ഞത്, സജി ചെറിയൻ പറഞ്ഞത്, സംഘാടനത്തിൽ കുറ്റമേ ഇല്ല, കുറ്റമറ്റ സംഘാടനം. സ്റ്റേജിന്റെ കാര്യത്തിൽ പോലീസിനെ വിട്ട് അപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ കൃത്യമായ വളരെ സുരക്ഷിതമായ സ്റ്റേജാണ്, നിങ്ങൾക്ക് ബലക്കുറവില്ല. ഇത് രണ്ടുമാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്ന ഒരു പരിപാടി, ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. കൃത്യമായ സുരക്ഷാ വീഴ്ച കൊണ്ടാണ് സംഭവം ഉണ്ടായത്. ഇത്രയും വലിയ ഉയരത്തിൽ ഒരു സ്റ്റേജ് പണിതിട്ട് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഏറ്റവും കൊണ്ടുപോയി ഫ്രണ്ട് ലെയറിലുള്ള ചെയർ മുഴുവൻ ഏറ്റവും അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് നടക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ പരിപാടി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം, പിന്നെന്തിനാ അന്വേഷണം നടത്തുന്നത്? ഈ മന്ത്രി തന്നെ അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ, ഒരു സുരക്ഷാ വീഴ്ചയില്ല, ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ ആരെ പറ്റിക്കാനാണ് ഈ അന്വേഷണം നടത്തുന്നത്? അതൊന്നും വേണ്ട. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പുറത്തു വരില്ല. അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. നിരന്തരമായി ഇത്തരം പരിപാടികൾ നടക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ? അങ്ങനെ ആയിരിക്കും നോക്കുന്നത്? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ? സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയാ? പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ്, ആളുകൾ പുറത്തേക്ക് പോകുന്നത്, അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ? പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്ന, ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്ന അതിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് CPM-ആയിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രി സജി ചെറിയാൻ ഇറങ്ങിയിരിക്കുന്നത്. അല്ല, പരിപാടിക്ക് പലരും പോയി കാണുമല്ലോ. 12,000 അങ്ങനല്ല. ഇതിൽ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ GCDAയുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ ബഡ്ജറ്റിൽ കായികേതര പരിപാടികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണിതത് ഇവിടുത്തെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കായികേതര പരിപാടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്ത് ഈ പരിപാടികൾക്ക് വേണ്ടി, അതൊരു സ്റ്റാർ നൈറ്റ് ആകാം, എന്തും ആകാം. ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൻ്റെ നടുക്ക് പോയി കുഴിയിടാൻ സാധിക്കില്ല, കാരണം ഗ്രൗണ്ട് കേടാവും. അതിന് എഞ്ചിനീയറിംഗ് വിങ് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഇവർ നടത്തുന്ന എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊരു സേഫ്റ്റി പ്രോട്ടോക്കോൾ പാലിക്കാൻ അതിൻ്റെ GCDAയുടെ എഞ്ചിനീയറിംഗ് വിങ് തയ്യാറാവണം. പിന്നെ 12,000 കുട്ടികൾ പെർഫോം ചെയ്ത ഒരു പരിപാടിയിൽ ആ 12,000 കുട്ടികളുടെ പാരൻസ് വരും,
അവരെല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ടാവും. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സംഘാടകർക്ക് പ്രധാനപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിലിപ്പോൾ എൻ്റെ മോള് ഡാൻസിന് പോയിട്ടുണ്ടെങ്കിൽ രക്ഷിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോകും. ഞങ്ങൾ ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ വിളിച്ചു. ഞങ്ങൾക്ക് 2 ദിവസം മുമ്പാണ് ഇൻവിറ്റേഷൻ കിട്ടിയത്. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു MLAക്ക് ഇതാണ് സുരക്ഷാ ക്രമീകരണമെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പരിപാടികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്.